ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാളാണ് ആഘോഷിക്കുക. ഇന്നത്തെ ഒന്നാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി. സ്നാപക യോഹന്നാന്റെയും യെശയ്യാ പ്രവാചകന്റെയും ജീവിതം വളരെ സാമ്യത നിറഞ്ഞതാണ്. രണ്ടുപേരെയും ദൈവം ജനനത്തിന് മുൻപ് തന്നെ അവരെ വിളിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 1 വാക്യത്തിൽ ദൈവം എന്നെ ജനനത്തിന് മുൻപ് തന്നെ വിളിച്ചുവെന്ന് വ്യക്തമായി പറയുന്നു. ലൂക്കയുടെ സുവിശേഷം 1 അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാന്റെ ജനനത്തെപ്പറ്റി മാലാഖമാർ വ്യക്തമായ സന്ദേശം കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും രാജാക്കന്മാരുടെയും നാടുവാഴികൾക്കും എതിരായി, അനീതിക്കെതിരായി സംസാരിച്ചവരാണ്. യെശയ്യാ പ്രവാചകൻ ആഹാസ് രാജാവിനെയും ഹെസക്യ രാജാവിനെയും എതിരെ വ്യക്തമായി സംസാരിച്ചുവെങ്കിൽ സ്നാപക യോഹന്നാൻ ഹെറോദ് ആന്തിപ്പാസ് രാജാവിനെതിരെ തൻ്റെ വിവാഹ ജീവിതം അദ്ദേഹം നയിക്കുന്നത് തെറ്റായ രീതിയിലാണെന്ന് വിളിച്ചു പറയുവാനുള്ള ആർജവം കാണിച്ചു. അനുതാപത്തിന്റെ സന്ദേശം വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരുടെ ചിന്തകളിൽ ദൈവ സാന്നിധ്യം നിറയുവാനായിട്ട്, അങ്ങനെ ഈ ലോകത്തിൻ്റെതായിട്ടല്ല മറിച്ച് ദൈവത്തിൻ്റെതായിട്ടുള്ള ആത്മീയ ചിന്തകളിൽ നിറഞ്ഞുകൊണ്ട് പരസ്പരം ക്ഷമിച്ച് കരുണയുടെ വക്താക്കളാകുവാൻ രണ്ട് പേരും നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഈ തിരുനാൾ ആഘോഷത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിലൂടെ 66 അധ്യായങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്നുവെങ്കിൽ സ്നാപക യോഹന്നാൻ പറയുന്നത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമെന്നാണ്. രണ്ട് പേരുടെയും സ്വഭാവ സവിശേഷതകൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ ദിവസം സ്നാപക യോഹന്നാനെയും യെശയ്യാ പ്രവാചകനെ പറ്റി ചിന്തിക്കുമ്പോൾ ഉദരത്തിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ദൈവം അവരെ അറിഞ്ഞു, വിശുദ്ധീകരിച്ചു, പേര് ചൊല്ലി വിളിച്ചു വന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുള്ളപ്പോൾ മക്കളില്ലാതെ വേദനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ദമ്പതിമാരെയും ഈ ദിവസം നമുക്ക് പ്രത്യേകമാം വിധം സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. സ്നാപക യോഹന്നാനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണ്. മക്കളില്ല എന്ന വിഷമത്താൽ മറ്റുള്ളവരുടെ അവഹേളനം കേട്ട് ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികൾ. പക്ഷേ അവർക്ക് കൈമുതലായിരുന്നത് പ്രാർത്ഥന എന്ന ആയുധം മാത്രം. ഭർത്താവ് ദേവാലയ ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ജീവിതം നയിച്ചിരുന്നു. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞ് ഉദരത്തിൽ രൂപപ്പെടുമ്പോൾ ഒരുപക്ഷെ മറ്റാരും കാണാതെ സമൂഹത്തിൽ നിന്നും മാറി നിൽക്കുവാനായിട്ട് എലിസബത്ത് തൻ്റെ ജീവിതം മാറ്റിവെക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പരിചരണം അവൾക്ക് ലഭിക്കുകയാണ്. തൻ്റെ ചാർച്ചക്കാരിയെ ശുശ്രൂഷിക്കാനായി ചെങ്കുത്തായ മലനിരയിലൂടെ പരിശുദ്ധ അമ്മ ഓടിയണയുന്നു. അവിടെ വെച്ച് ഉദരത്തിലെ ശിശു കുതിച്ചു ചാടിയെന്ന് എലിസബത്ത് പറയുമ്പോൾ അവിടെ സ്നാപക യോഹന്നാന്റെ ദൗത്യം ആരംഭിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ പ്രഘോഷിക്കുവാനായി സ്നാപക യോഹന്നാൻ ഉദരത്തിൽ വെച്ച് തന്നെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയുള്ള കുതിച്ചുചാട്ടം. സുവിശേഷം ഇന്ന് ആരംഭിക്കുന്നത് തന്നെ എലിസബത്തിന് പ്രസവ സമയമായി അവൾ ഒരു പുത്രനെ പ്രസവിച്ചുവെന്ന്, കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊപ്പം സന്തോഷിച്ചുവെന്ന്. കർത്താവിൻ്റെ കാരുണ്യം സ്വീകരിക്കുവാൻ നമുക്കും നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് അങ്ങനെ എലിസബത്തിനുണ്ടായ അതേ സന്തോഷം നമുക്കും സ്വീകരിക്കാം. ഭാര്യയും ഭർത്താവും ഒരുപോലെ പറയുകയാണ്, ഇവന് യോഹന്നാൻ എന്ന് പേരിടണം. അത് മാലാഖ കൊടുത്ത സന്ദേശമാണ്, വെളിപാടാണ്. മനുഷ്യരുടെ ചിന്ത അനുസരിച്ച് അവന് കൊടുക്കേണ്ട പേര് സക്കറിയാണെന്ന് പറയുമ്പോൾ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് പറയുന്നു കുഞ്ഞിന് എന്ത് പേരിടണമെന്ന്. അത് ദൈവനിയോഗമാണ്, ദൈവം അവരോട് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അങ്ങനെ ആ കുഞ്ഞിൻ്റെ പേരെന്തിടണമെന്ന് അപ്പൻ എഴുത്തുപലകയിൽ എഴുതി കൊടുക്കുമ്പോൾ
അവൻ്റെ തന്നെ നാവിൻ്റെ കെട്ടഴിയുന്നു, അവന് സംസാരിക്കാനായിട്ടുള്ള ശക്തി വീണ്ടും കിട്ടുന്നു. അങ്ങനെ ഒരു കുഞ്ഞ് ദമ്പതിമാരെ അപ്പനും അമ്മയുമാക്കി മാറ്റുക മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വലിയൊരു കലവറ കൂടെ കൊണ്ടു കൊടുക്കുന്നുവെന്ന് ഈ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശിശു വളർന്നു, ആത്മാവാൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു എന്നാണ് സ്നാപക യോഹന്നാനെ പറ്റി പറയുക. യേശുവിനെ പറ്റി പറയുന്നത് അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിലും വളർന്നുവെന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വളരേണ്ടതെന്നും എങ്ങനെ വളരുന്നുവെന്ന് കൂടെ ഇന്നേ തിരുനാളിൻ്റെ ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. അങ്ങനെ എല്ലാ ജനതയോടും അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രഘോഷിച്ച സ്നാപക യോഹന്നാന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കട്ടെ. കർത്താവ് എല്ലാം വിസ്മയമായി സൃഷ്ടിച്ചുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് നമുക്ക് സങ്കീർത്തകനോടൊപ്പം നന്ദി അർപ്പിക്കാം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.